ഫ്രണ്ട്സായിട്ട് പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ലൈഫ് പ്ലാൻസ് ഒന്നും അധികം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടാവില്ല. പക്ഷെ സംടൈംസ് നമ്മൾ നമ്മുടെ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് പീസ്ഫുൾ ആവാറുണ്ട്. ഐ മീൻ പ്രീ പ്രഡിക്ഷൻ അല്ലെങ്കിൽ പ്രീ ജഡ്ജ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ സർക്കിൾ ഓഫ് ആൾക്കാരുണ്ട് ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ. ഇയാളൊക്കെ വളർന്നു വരുമ്പോൾ അമ്മേ ഞാൻ പോണട്ടാ ശരി എന്നുള്ള രീതിക്കായിരിക്കും ഇനിയുള്ള ജനറേഷൻ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ഡൗൺ ആവുകയാണ് എന്ന് തോന്നുമ്പോൾ നോർമലി ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ട്രാവൽ ചെയ്യുക. ഫുഡ് ഉണ്ടാക്കാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പൊതുവുള്ള ഫ്രണ്ട്സാണ് ശരിക്കും. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനത്തോട്ട് നോക്കിയിട്ടാണോ കടക്കെടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +2 കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ട് എല്ലാവരും പരിചയമുണ്ട്. പിന്നെ ഡിഗ്രി സമയത്തൊക്കെ ഉള്ള കണക്ഷൻസ് ആണ്. പല ഏജ് പല കാറ്റഗറിയിൽ പല ഏജും പല കാറ്റഗറി. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ ഈ ഒറ്റ കാറ്റഗറി ഉള്ളൂ. അമ്മമാരൊക്കെ എന്ത് തീറ്റയെന്നറിയാ സത്യം. എനിക്ക് ശരിക്കും ചേട്ടന്മാരുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത് ദേവുനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒടുക്കത്തെ ഛർദിലും ഒടുക്കത്തെ തളർച്ചയും കാര്യങ്ങളും വന്നപ്പോൾ സഞ്ജയ് ചേട്ടൻ എപ്പോഴും സഞ്ജയ് ചേട്ടൻ്റെ കാറിലാണ് ഞങ്ങളെപ്പോഴും ട്രിപ്പ് ഇടാൻ വേണ്ടി പോണത്. ഡ്രിപ്പാണ് ഡ്രിപ്പ് ഇടാൻ വേണ്ടി പോണത്. ട്രിപ്പ് ഒക്കെ അപ്പൊ സാരം കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡ് ടൈമിൽ നമുക്ക് പെട്ടെന്നൊരു വണ്ടി വിളിച്ചാൽ പോലും കിട്ടാറില്ല. പക്ഷെ കൂട്ടുകാരന്മാരെന്ന് പറയുന്ന സംഭവം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എനിക്കങ്ങനെ ഭയങ്കര വലിയ ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല. എന്നാലും അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന, എപ്പോഴും കോണ്ടാക്റ്റ് ഒന്നും ചെയ്യാറില്ല, എപ്പോഴും കാണാറില്ല. എന്നാലും കുറച്ച് നല്ല കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇവന്റെ ഫ്രണ്ട്സിനൊക്കെ ഏകദേശം എനിക്കൊരു ധാരണയുണ്ട്. കാരണം ഇവര് ഏലൂക്കര ആ റൂട്ട് ഏലൂക്കര ഏലൂര് പിന്നെ ഫാക്ടിന്റെ അവിടെ ഏലൂര് തന്നെയല്ല. പിന്നെ ബിനിൽ ചേട്ടനൊക്കെ എവിടെ ബിനിൽ ചേട്ടനൊക്കെ മഞ്ഞുമ്മലാണ്. അപ്പൊ ചേട്ടന്മാരുടെ ബിനിൽ ചേട്ടൻ മഞ്ഞുമ്മൽ പോയി ഉണ്ടോ. അപ്പോൾ അങ്ങനെ നല്ല കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുമായിട്ട് പോകുമ്പോൾ നമ്മളൊന്നും പ്ലാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. 2 ദിവസം ഞങ്ങളൊന്ന് കൂടി ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് എവിടെയെങ്കിലും പോകണം. എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വാരണാസിയൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും നടക്കും, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ ആ ദൈവം കൂടി വിചാരിക്കണം നടക്കണോ വേണ്ടോ എന്നുള്ളത്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ ഞാൻ നോർമലി അതിലൊക്കെ വിശ്വസിക്കാറുണ്ട്. അപ്പോൾ കാശി എന്ന് പറയുന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻറ്റയർലി നമ്മളുടെ തോട്ട്സ് കാര്യങ്ങൾ നമ്മളെ ചേഞ്ച് ആകും. ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ്. ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ആൻസൈറ്റി, പാസ്റ്റിനെ കുറിച്ച് ഓർത്തുള്ള ഡിപ്രഷൻ, അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എക്സ്പെഷ്യലി എനിക്ക് സത്യം പറഞ്ഞത് നെഗറ്റീവാണെന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് മാക്സിമം ഞാൻ മാറ്റാൻ ശ്രമിക്കും തോറും എന്തെങ്കിലും ഒന്നായിട്ട് പിന്നെയും വരും. പക്ഷെ ഇതിപ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഞാൻ കണ്ടെത്തിയിട്ടുള്ളൂ. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം എനിക്കറിയില്ല അതിനെന്താ സൊല്യൂഷൻ എന്നുള്ളത്. എൻഗേജ്ഡ് ആയിരിക്കുക. അതെ, ഓവർ തിങ്കിങ് കുറയും. ഇനി നോക്കിക്കേ, നാണം. ഞങ്ങൾക്ക് നാണം. ഞങ്ങളുടെ ഏഞ്ചലാണ്. ഇതിന്റെ പേരാണ് ഏഞ്ചൽ ധനിക എന്നാണ് പേര്. നാണം ഭയങ്കര നാണോട്ടോ. ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ആക്റ്റീവാണ് ആള്. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല അടിയെന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഓടുന്ന ആളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പുറത്തേക്ക് വന്ന അമ്മേ ഓടി വന്ന ഒരാളാണ്. ലൈഫിൽ ഒരുപാട് ആളുകൾ വന്നു, ലൈഫിൽ ഒരുപാട് ആളുകൾ പോയി, കുറേ കാര്യങ്ങൾ വന്നു, കുറേ കാര്യങ്ങൾ ഇല്ലാണ്ടായി. അത് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഞാൻ ഈ മറ്റേ ഇൻസ്റ്റയിലൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ.
ഒരാൾ വരുന്നത് ലൈഫിൽ വരുന്നത് അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് പോകുന്നത് ഇതൊക്കെ ഓൾറെഡി പോയി വന്നു എന്നുള്ളതിലല്ല കാര്യം. അവർ വന്നപ്പോൾ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, നമ്മളെന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യം അതൊക്കെയാണ്. പക്ഷേ മേ ബി സാഹചര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. ഫ്യൂച്ചറിൽ വരുന്നതും വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളവിടെ സ്റ്റക്കടിച്ച് നിൽക്കും, ലൈഫ് പോകും, ടൈമും പോകും. ഇത് രണ്ടും നമുക്ക് എന്താണ് പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ മാത്രം, നമ്മളുടെ മൈൻഡ് സെറ്റ് മാത്രമേ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുള്ളൂ. അങ്ങനെ സ്റ്റക്കാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. സ്റ്റക്കാവാതിരിക്കാൻ ശ്രമിക്കാം. ഹായ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാലോ അല്ലേ. കേറോ താത്തേക്കാലോ. നമ്മൾ തുടങ്ങിയാണല്ലേ. ഏതാണ് വെസ്റ്റ് സൈഡിൽ കയറി, അവിടെ നിന്ന് നേരെ പിന്നെ ഈസി ബൈ പോയി. കയറാൻ വേണ്ടി പോയപ്പോ തന്നെ എല്ലാരും ക്ലോസ് ചെയ്തിട്ടാ. ശരി ചെലവായില്ലല്ലോ. ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ ഞാൻ എന്താ പറയണേ, സാരമില്ലടാ, എന്ത് ചെയ്യാനാണ്, വിശപ്പായതുകൊണ്ടല്ലേ, വേറൊന്നും കൊണ്ടല്ലല്ലോ. അത് കേറാൻ പോയപ്പോ തന്നെ അവര് അടച്ചു. ആ കറക്റ്റ് എല്ലാ കടയിലും കേറാൻ വേണ്ടി പോയപ്പോ അപ്പ അവര് പറഞ്ഞു അടച്ചിട്ടാ, ക്ലോസ് ആയിട്ടാന്നൊക്കെ. എടുത്തപ്പോ തന്നെ ഉണ്ടായിരുന്നു ഹോട്ടലെടുത്തത്. രാവിലെ നേരം വൈകിട്ടല്ല കഴിച്ചവരൊന്നും ഞാൻ പറഞ്ഞ രണ്ടുപേരും ഷവർമ്മള് വാങ്ങിച്ച് കഴിച്ചു. എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കട്ടെ, ഞാനിവിടെ ഉണ്ടാക്കി വെച്ചു. പറഞ്ഞത് വണ്ടി മൂവിങ് ആയ ഒരു 1 hourനുള്ളിൽ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ആലുവ കഴിഞ്ഞ് പെരുമ്പാവൂർ എത്തിയിട്ടില്ല, അതിന് മുന്നേയൊക്കെ ആയിട്ടൊരു ആനന്ദഭവൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി. നോർമലി ട്രിപ്പൊക്കെ പോവുകയാണെന്നാണെങ്കിൽ വയറിന് വലിയ സീനൊന്നും കിട്ടാതിരിക്കാനായിട്ട് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് വെജ് ഫുഡാണ്. അപ്പം ഞങ്ങളെല്ലാവരും മസാല ദോശ ഉഴുന്നുവടയ്ക്ക് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് അത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. കുറേ നേരം അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. പിന്നെ കോഫിയൊക്കെ കഴിച്ച് എല്ലാവരും മീൻസ് ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ ഗ്യാസൊക്കെ കയറുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. സെറ്റായിരുന്നു. കുട്ടികളൊക്കെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് പോയി തിരിച്ച് വന്നത് വരെ അടിപൊളിയായിരുന്നു. പോകുന്ന വഴി നമ്മൾ അധികം വലിയ വലിയ പ്ലേസസിലൊന്നും നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം കാണാം എന്ന് തോന്നിയ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഡേ ആയതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ടൈം എടുത്ത് എൻജോയ് ചെയ്ത് എല്ലാ സ്പോട്ടും മീറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എക്സ്ട്രീം ലെവലിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരുമായിട്ട് കുട്ടികളാണെന്നാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫുഡ് കഴിക്കുന്നതിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നൈറ്റ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന ടൈമിൽ നല്ല കുറേ ഫോട്ടോസ്, അതായത് ഫാമിലി ആയിട്ടാണെങ്കിലും കപ്പിൾ ഫോട്ടോസൊക്കെ ആണെന്നാണെങ്കിലും നമ്മൾ നല്ല സ്പോട്ടൊക്കെ ആണെന്നാണെങ്കിലും എടുക്കാറുണ്ട്.
പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോസാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുത്തു, അതുപോലെ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ചേട്ടന്മാരുമായിട്ടൊന്നും ഞാൻ ഇതുവരെ അധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല കുറേ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഒരുപാട് മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പം ഇനിയും ഈ കോളം തികയാനായിട്ട് 1-2 പേരും ഒരാളും കൂടെ കല്യാണം കഴിക്കാനുണ്ട് ഇനിയിപ്പോൾ എന്തായാലും. മറ്റേ ഇതൊക്കെ നല്ല അടിപൊളി മഴക്കാറ്. ആ 2 കുറ്റിയുടെ അവിടെ എന്താണത്? വിഷ്ണു ഉറങ്ങുന്നല്ലടാ കള്ള. അവനോട് ഇന്ന് മറ്റേ സൗണ്ട് ഇല്ലാണ്ട് പാട്ടൊക്കെ പാടി തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 റീച്ച്ഡ് ആവുന്ന സമയത്ത് ഒരു പള്ളി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. മീൻസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണത് മീറ്റ് ചെയ്തത്. അപ്പം വിസിറ്റ് ചെയ്ത സമയത്ത് നമുക്കത് വണ്ടി നിർത്താനോ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് വണ്ടി റഷ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ നിർത്തിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പള്ളി കാണാൻ. അപ്പോൾ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പൊ ചോദിക്കാം. നമ്മൾ എടുത്തിരുന്ന കോട്ടേജ് എന്ന് പറയുന്നത് മൗണ്ടെയിൻ കാസ്റ്റിൽ എന്ന് പറയുന്ന മൗണ്ടെയിൻ മിസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ കാസ്റ്റിൽ. മൗണ്ടെയിൻ മിസ്റ്റ് എന്ന് പറയുന്നത് ഈ കോട്ടേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു കോട്ടേഴ്സ് ഉണ്ട്. അപ്പം അവിടെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു റെഫറൻസിലാണ് ഇവിടെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ടോട്ടൽ ഒരു 6 അഡൽസും 2 കിഡ്സും ആയിരുന്നു 2 ബെഡ്റൂമിൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നമ്മളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു സ്പോട്ട് അല്ലെങ്കിൽ അറിയുന്ന ഒരു പ്ലേസ് കണ്ടുപിടിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം നമ്മൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഫുള്ളി റഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പിൻ്റെ ആ ഒരു വൈബ് അങ്ങ് മാറും. അപ്പം നമ്മൾ ഇത് എത്ര റേറ്റ് പറഞ്ഞേ? 4 രൂപ അല്ലേ? 2 കൂടെ 4,500. അത്യാവശ്യം അഫോർഡബിൾ ആണ്, കുഴപ്പമില്ലാത്ത റേറ്റാ. പ്രജീഷ് ബ്രോ പോവാ. എത്ര നേരം എന്നറിയോ? വിശക്കണ്. ഞങ്ങള് ഏകദേശം ഈ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ലഞ്ചിന്റെ ഒക്കെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമ്മൾക്ക് ചിക്കനൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നൈറ്റ് ഡിന്നറൊക്കെ ഉണ്ടാക്കാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചേട്ടന്മാരൊക്കെ ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം ഒരു വിശപ്പൊന്ന് കൺട്രോൾ ചെയ്യാന്നുള്ള രീതി എത്തിയപ്പോൾ ഇവിടെ ഡ്രൈവർ സീറ്റിൽ നിന്നുള്ള ആളൊക്കെ മാറിയിട്ടാണ്. അവിടെ നിന്ന് മീൻസ് നമ്മുടെ ആലുവയിൽ നിന്ന് സ്പോട്ടിലേക്ക് എത്തുന്നത് വരെ സഞ്ജയ് ചേട്ടനായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ബിന്ദു ചേട്ടൻ ഓടിച്ചു. പിന്നെ നമ്മളുടെ ബാക്കി 2 ഇങ്ങനെ പണിയൊന്നും എടുക്കാണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഡിന്നർ ടൈമിലായപ്പോൾ ഇതുങ്ങളെ 2 അടുക്കളയ്ക്ക് കിട്ടി. പോകുന്ന വഴിക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഏർലി മോർണിംഗ് ഒക്കെ ഇറങ്ങുവാണെന്നാണെങ്കിൽ ഇങ്ങോട്ടേക്കൊക്കെ പോവുകയാണെന്നാണെങ്കിൽ മാക്സിമം ലഞ്ച് ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഈ ഒരു പ്ലേസിലേക്ക് എത്തും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ കോട്ടേഴ്സിലേക്ക് പോവുകയാണെന്നാണെങ്കിൽ പിന്നെ ഇറങ്ങേണ്ട ആവശ്യമേ വരില്ല. കാരണം അത്രയും റഷായിരിക്കും റോഡ്. വാഗമൺ വന്നിട്ടും പലചരക്ക് സാധനങ്ങൾ മേടിച്ച് ചേട്ടന്മാര് എടാ എന്തൊക്കെ എടുത്തോളത് ചേട്ടാ ഇവന്മാരെ സൂക്ഷിച്ചോട്ടെ. ചുരം കയറുക ചുരം ഇറങ്ങുക എന്ന് പറയുന്നത് 15 മിനിറ്റ്സിൽ നടക്കുന്ന കാര്യം ഒരു 1 അവറിൽ എന്താണെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ടിലോട്ടൊക്കെ എത്തുള്ളൂ. നമ്മളുടെ നിയറസ്റ്റ് ഏരിയ ഒന്നും നല്ല അത്യാവശ്യം ഉള്ളൊരു കടകളോ ഫുഡ് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹൈജീനായിട്ടുള്ള ഫുഡ് പ്ലേസസ് ഒക്കെ ഭയങ്കര റയറാണ്. അപ്പം നമുക്ക് കയറിയിട്ടുണ്ടായിരുന്ന ഒരു ചിന്നൂസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെല്ലാവരും അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഒന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു.
നല്ല ടയർഡായിരുന്നു. മോർണിംഗ് ഇറങ്ങിയതല്ലേ, അപ്പം അതുകൊണ്ട് നല്ല ടയർഡായിരുന്നു. പിന്നെ ഫുൾ ടൈം ഈ വണ്ടിയിൽ തന്നെ ഇരുന്ന് എന്താ പറയുക, വയറ് അല്ലെങ്കിൽ നമ്മൾക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് വന്നു, നന്നായിട്ടൊന്ന് ഉറങ്ങി, ഒന്ന് ഫ്രഷപ്പായി, ഈവനിങ് ഒക്കെ ആയപ്പോൾ എണീറ്റു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ മീൻസ് ആംബിയൻസ് അടിപൊളിയാണ്. ഈവനിങ് ആയപ്പോൾ ചെറിയ തണുപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് മീൻസ് ആ സിറ്റ് ഔട്ട് സ്പേസിലൊക്കെ ഇരിക്കാനായിട്ട് നല്ലതായിരുന്നു. ഇവിടെ അത്യാവശ്യം അട്ടയൊക്കെ ഉണ്ട്, കടിക്കാതിരിക്കാൻ സൂക്ഷിക്കുക, വരുമ്പോൾ വന്നവരും പോണവരൊക്കെ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ചധികം പോകേണ്ടി വരും. കുറച്ചധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അത്രയും അങ്ങ് ഫെമിലിയർ അല്ല. ഫുഡും അത്യാവശ്യം നല്ലതാണോന്ന് അറിയില്ല. പിന്നെ ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്മാരൊക്കെ നമ്മളെ കൊണ്ടുപോയത് ചിന്നൂസ് ഹോട്ടൽ. സൂപ്പർ എന്ന് പറയാൻ പറ്റൂലല്ലേ, അത്യാവശ്യം ഒരു ആവറേജ് ഫുഡ്, കുഴപ്പമില്ല. എന്നാലും ബാക്കിയുള്ളതൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പിന്നെ രാത്രി നമ്മൾ ചിക്കൻ, ബ്രെഡ്, ചപ്പാത്തി, സകലമാന സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നാണ്ട് ചേട്ടന്മാർ കുക്ക് ചെയ്യുന്നു, നമ്മൾ വെറുതെ ഇരിക്കുന്നു. എല്ലാ ദിവസത്തെ പോലെ നമ്മൾ ഇന്ന് അടുക്കളയിൽ കയറി പാചകം ചെയ്യൂല എന്ന് ചേട്ടന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാർ പണിയെടുക്കട്ടെ, നമ്മൾ വെറുതെ ഇരുന്ന് തിന്നുന്നു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പം അത്യാവശ്യം തണുപ്പൊക്കെ കോട എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം തണുപ്പൊക്കെ വന്നു തുടങ്ങി. നാളെ രാവിലെ ഒരു 12 മണിക്കല്ലേ ചെക്കൗട്ട്, 12 മണിക്ക് ചെക്കൗട്ട്. അവിടെ നേരെ വീട്ടിൽ പോകുന്നു. എഗെയിൻ ബിസി ലൈഫ്. എന്താണ് കാര്യം? എവിടെ പോണേ? ചോട്ടി ഉമ്മത്ത പര 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 പിരി 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 ചെരുപ്പിട്ടാ. ഇതാണ് നമ്മളുടെ കിച്ചൺ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു, എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. നമ്മൾ വേണമെങ്കിൽ നമ്മൾ കഴുകിയെടുക്കുക. പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമില്ലായ്മ വന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്ന എല്ലാ പാത്രങ്ങളും നന്നായിട്ട് കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് എന്നിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയത്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് കൊണ്ട് എന്താണെങ്കിലും നമ്മൾക്ക് ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഫ്രിഡ്ജൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് ഒരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല ഫുഡ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ നമ്മളിപ്പം നമ്മളുടെ വീട്ടിൽ നമ്മൾ പെരുമാറുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ നിൽക്കുന്നത് പോലെ എല്ലാവരും ആഞ്ഞു പിടിച്ചു. അതെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. നമ്മളുടെ ഫുഡ് മെനു എന്ന് പറയുന്നത് ചിക്കൻ, ഞാൻ ചുമ്മാ മീൻസ് അവിടെ കിട്ടിയ മസാലപ്പൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ആച്ചി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇല്ലേ ഈ സ്പൈസസിൻ്റെ, അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ടൈം വാങ്ങിച്ചാണ്, ലൈഫിൽ ഫസ്റ്റ് ടൈം വാങ്ങിച്ചാണ്. ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് എന്തോ ഒരു മാഗി മസാലയുടെ ഒക്കെ ഫ്ലേവർ എല്ലാത്തിലും എനിക്ക് ഫീൽ ചെയ്തു. അപ്പം വാങ്ങിച്ച ആ ഒരു മസാലക്കൂട്ടൊന്നും എനിക്ക് ഇഷ്ടമായില്ല. ചിക്കൻ കറി വെക്കാനായിട്ട് നമ്മുടെ ഒന്നെങ്കിൽ വീട്ടിൽ തന്നെ ഈ ഗരം മസാലയൊക്കെ നമ്മൾ പൊടിച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് പുറത്തുനിന്ന് ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ എനിക്ക് ആ വാഗമൺ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച സ്പൈസസ് അല്ലെങ്കിൽ മസാലപ്പൊടികളൊന്നും എനിക്കിഷ്ടമായില്ല. ഒരു 6 മണി 6:30 മണിയോടുകൂടി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കിച്ചണിൽ കയറിയിട്ട് ഒരു 7 മണി 8 മണിയോടുകൂടിയാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം കത്തുക എന്ന് പറയുന്നത് ഭയങ്കര ലോ ഫ്ലെയിമിലാണ്. അപ്പം നമുക്ക് കുക്കിംഗ് ടൈം കുറേ അധികം എടുത്തു.
പക്ഷേ ഈ ട്രിപ്പ് പോയ എല്ലാവരും കിച്ചണിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തത് കൊണ്ട് നമുക്ക് ബോറടി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നമ്മളുടേതായ ഒരു സ്പേസ് ഉണ്ടാവുക, നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പം എല്ലാ കാര്യത്തിനും കൂടുന്ന കുറേ ആൾക്കാരുണ്ടെന്നാണെങ്കിൽ നമുക്കതിൽ ബോറടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് നിൽക്കുകയാണെന്നുള്ളൊരു ഫീലേ വരില്ല. അപ്പം കുക്കിംഗ് ടൈമിലായിക്കോട്ടെ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് കുറേ ഡാൻസ് ചെയ്തു, കുറേ നേരം ഒന്ന് വർത്തമാനം പറഞ്ഞു, പിന്നെ നമുക്ക് നമ്മളുടേതായ കുറേ പേഴ്സണൽ ടൈംസ് കിട്ടി. നല്ല രസമായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു അത്. ആൻഡ് ഫൈനലി ഫുഡൊക്കെ റെഡിയായി. ചിക്കൻ കറി, എഗ് ബുർജി, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, അങ്ങനെ ബ്രെഡ്, ഒരുപാട് ഐറ്റംസ്. മീൻസ് നമുക്ക് ഡിന്നർ അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ കുറേ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ടേബിൾ നിറച്ച് ഫുഡ് കാണുക, അതിൽ നിന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത് കഴിക്കുക. എനിക്ക് കുക്കിംഗ് ചെയ്യാനും ഇഷ്ടമാണ്, ഫുഡ് കഴിക്കാനും ഇഷ്ടമാണ്. ലിമിറ്റ് വരെ കഴിക്കും, അൺലിമിറ്റഡ് വരെ കഴിച്ചു തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ കൂടെ കൂടിയപ്പോഴാണ്. കാരണം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഫുഡ് താല്പര്യമാണ്, പക്ഷെ ഞാൻ ഒരുപാടങ്ങ് കഴിക്കില്ലായിരുന്നു. പക്ഷെ ഈ മന്തി എന്ന് പറയുന്ന സാധനം വരെ ഞാൻ ഇഷ്ടത്തോടു കൂടി കഴിച്ചു തുടങ്ങിയത് മാരേജിന് ശേഷമാണ്. ബിഫോർ മാരേജ് മന്തി എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ നല്ല കുറേ ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറയുന്നതിൽ മെയിൻ മെജോറിറ്റി പോർഷൻ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ്സാണ്. കാരണം ഫുഡ് കഴിക്കുന്ന ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ അവരുടെ കൂടെ കൂടാനായിട്ട് മാക്സിമം മീൻസ് എനിക്ക് എന്നെ മാറ്റാനേ പറ്റില്ല എന്നുള്ള രീതിക്ക് ഞാൻ നിൽക്കാറില്ല. അവരുടെ കൂടെ അവരുടെ ഒരു വൈബ് എങ്ങനെയാണോ അത് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് മാക്സിമം അവരുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് വാഗമണിൽ വന്നിട്ട് സെക്കൻഡ് ഡേ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ചെറിയൊരു സ്റ്റേക്കേഷനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലായിരുന്നു. ഇതൊരു മോർണിംഗ് വ്യൂ ആണ്. മോർണിംഗ് വ്യൂ മീൻസ് നമുക്ക് വലിയ കോട അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല, ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ നൈറ്റ് നമ്മൾ ചെറിയതായിട്ട് ഫുഡൊക്കെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചു. ഇവിടെ അത്യാവശ്യം ഒരു കിച്ചൺ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 2 days ഒക്കെ നമുക്ക് കിട്ടുവാണെന്നാണെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കോട്ടേജ് ഒക്കെ എടുത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റുവാണെന്നാണെങ്കിൽ വേർത്താണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു 2 മുറിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 7 അഡൾട്ട്സും 2 കിഡ്സും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 4500 റുപ്പീസാണ്. ഇന്നലെ നമ്മളൊരു 11 മണിയായപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഔട്ട് ടൈം 12 മണിയാണ് ഇവിടെ. അപ്പോൾ 1 day എനിക്ക് തോന്നുന്നു വേർത്താണ് അല്ലേ, അത്യാവശ്യം വേർത്താണ്. ആൻഡ് കിച്ചൺ ഫെസിലിറ്റീസ് അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുവാണെന്നാണെങ്കിൽ നമുക്ക് പിന്നെ പുറത്തോട്ട് ഇറങ്ങേണ്ട ഒരു ബുദ്ധിമുട്ട്, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണ ഫുള്ള് ചുരം ഇറങ്ങി പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഹോളിഡേ ആയതുകൊണ്ടാവാം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാരണം ഒരു 7-8 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്നിടത്തേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ലഞ്ചിന് പോയത്. പക്ഷേ പോയി തിരിച്ചു വന്ന ഒരു ഏകദേശം ഒരു 45 minutes എബോ എടുത്തിട്ടുണ്ട്. കാരണം അത്രയും ബ്ലോക്ക് വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം
എല്ലാവരും ഹോളിഡേ മൂഡാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും അത്യാവശ്യം. എല്ലാവരും അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഇറങ്ങും. അങ്ങനെ കുറച്ച് വള്ളികളും ഉണ്ടായിരുന്നു. വള്ളികളില്ലാണ്ട് ഇരിക്കൂലല്ലോ. പക്ഷെ അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. മൗണ്ട് കാസ്റ്റിൽ എന്ന് പറയുന്ന ഒരു കോട്ടേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറം മൗണ്ടെയിൻ മിസ്റ്റ് എന്ന് പറയുന്ന വേറൊരു കോട്ടേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നത് ജസ്റ്റ് നിങ്ങൾക്കത് ബുക്ക് ചെയ്യാം. ഞാൻ ഇവിടുത്തെ ആളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വേറെ എവിടെയും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൈൻ ഫോറസ്റ്റും അങ്ങനെ കുറച്ച് പിന്നെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ഫുള്ളി ഇവിടെ തന്നെ കൂടാമെന്നുള്ള രീതിക്കായിരുന്നു. പിന്നെ ചേട്ടന്മാർ കുറച്ച് അലമ്പാക്കിയോ എന്നൊരു സംശയമില്ല. അതില്ല അവന്മാർ അടിച്ച് പിരിഞ്ഞ് അവന്മാർ നല്ല രസമായിരുന്നു. അവന്മാർ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇവന്മാരെ ഏറ്റ കാര്യമാണ് ഫുഡ് ഉണ്ടാക്കാന്നുള്ളത്. പക്ഷെ അവന്മാർ ലാസ്റ്റ് ടൈമിൽ നമ്മളെ 3G ആക്കി. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവന്മാരെ ഏറ്റത് കൊണ്ട് നമ്മൾ മാറിയിരിക്കാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇവന്മാരെ ഏൽപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് അടി നടക്കൂല എന്ന് ഉറപ്പായി. അതുകൊണ്ട് ഞങ്ങൾ കയറി കുക്ക് ചെയ്തു. ചിക്കൻ കറി, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, എഗ് ബുർജി, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി രാത്രിയിലത്തെ പരിപാടി സെറ്റാക്കി. ഫ്രീ ടൈം കിട്ടുവാണെന്നാണെങ്കിൽ മാക്സിമം ട്രാവൽ ചെയ്യാൻ നോക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക. നമ്മളുടെ സെൽഫ് ലവ് അല്ലെങ്കിൽ നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇങ്ങനെയൊക്കെ ട്രിപ്പും ട്രാവലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ബുദ്ധിമുട്ട് തോന്നൂല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കാം. ഞാൻ ശ്രമിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോകാം, കാണാം, അവിടുത്തെ വിശേഷം എല്ലാം നോക്കാം. ഓക്കെ, ഫുഡൊക്കെ ഇന്നലെ നിന്നക്കായിരുന്നു ആ പേര് ഇടാണ്ടിരുന്നത്. മൊത്തത്തിൽ കണ്ണൻ സ്വഭാവം വരുന്നു ഇന്നലെ. ഇപ്പൊ സെറ്റായല്ലോ. അപ്പോൾ വാഗമണ്ണിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ പാക്കിംഗ് ഒക്കെ മീൻസ് അധികം സാധനങ്ങളൊന്നും നമുക്ക് പുറത്തേക്കൊന്നും എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവുകയാണ്. റിട്ടേൺ ഇവിടുന്ന് പോകുന്നത് നേരെ പൈൻ വാലി ഫോറസ്റ്റിലേക്കാണ്. പൈൻ വാലി അവിടെ നല്ല റഷാട്ടോ. ഈ കാർ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് തന്നെ നല്ലോണം ഫുള്ള് റഷായിരുന്നു. ആളുകളും ഉണ്ടായിരുന്നു. നമ്മളിത് പോയിട്ടുണ്ടായിരുന്നത് ഒരു പൂജ ഹോളിഡേയ്സിലാണ്. ഞാൻ വ്ളോഗ് ഇടാനായിട്ട് കുറച്ചധികം ഡിലേ ആയതാണ്, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട്. പക്ഷേ ഇവിടെ നിന്നാണെങ്കിലും നമ്മൾ കുറേ മീൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു ട്രെൻഡ് സോങ്സ് മീൻസ് ട്രെൻഡിങ് പീരീഡ് കഴിയുന്നതിന് മുന്നേ ഒരു ഡാൻസ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഡാൻസ് റീല് ഇട്ടത്. അത് ഇവിടെ നിന്നാണ്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടന്മാരായിട്ടൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. കുറച്ച് പേര് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അത്യാവശ്യം ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. വലിയ തളർച്ചയൊന്നും ആർക്കും ഫീൽ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ലോണം ചാടി നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും. എല്ലാ കാര്യത്തിനും നിങ്ങൾ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചെയ്തോ എന്നുള്ള രീതിക്ക് മീൻസ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കംപ്രസ് ചെയ്യാതെ നല്ല രീതിക്ക് നമ്മളെ എല്ലാത്തിനും വിടുന്നുണ്ട്. ചേട്ടന്മാരായാലും പിള്ളേരാണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടു. അപ്പോൾ പൈൻ വാലി ഫോറസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മുടെ ആനയടിക്കുത്ത് എന്ന് പറയുന്ന നമ്മുടെ തൊടുപുഴ ഏരിയയിലാണെന്ന് തോന്നുന്നു. അവിടെ വന്നു. നമുക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു വാട്ടർഫോൾസ്. പക്ഷേ നമ്മളെല്ലാവരും നല്ല ടയേർഡാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ എല്ലാവരും കുറച്ച് നല്ലോണം ടയേർഡായി പോയത് കൊണ്ട് നമ്മളവിടെ ഇരുന്നു. ചായയൊക്കെ കുടിച്ചു, സ്നാക്സ് കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. കുറേ കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. കുരങ്ങന്മാർ നല്ല രസമായിരുന്നു. അതുങ്ങളിങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതുങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം നമ്മൾ ഒരു ദിവസം ഇവിടെ വരാനായിട്ട് ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്. ആനയടിക്കുത്ത് എന്ന് പറയുന്ന തൊടുപുഴയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ വരണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയേക്കുന്നത്. നൈറ്റ് റിട്ടേൺ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ നമ്മളുടെ പെരുമ്പാവൂർ ഏരിയയിൽ ഏതോ ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു റഷ് ഉണ്ടായിരുന്നു. പക്ഷേ വലുതായിട്ട് നമുക്ക് തിരക്കൊന്നും കിട്ടിയില്ല, ബ്ലോക്കൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരാൻ പറ്റി.
അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഫുൾ ഓഫ് സ്നേഹം. ബൈ ഫ്രം ലൈഫ് സ്റ്റോറീസ്.